ഈ നാദം മാത്രം മുഴങ്ങി കേൾക്കുന്ന ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുട്ടനാട്. കുട്ടനാടിൻ്റെ സിരകളിലൂടെയാണ് നമ്മൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെന്നെത്താൻ പോകുന്നത് അതിൻ്റെ ഹൃദയത്തിലേക്കാണ്. പാട്ടിനെ പെറ്റ, പാട്ടിനെ പ്രണയിച്ച ചേറിൻ്റെ മണമുള്ള നാട് കുട്ടനാട്. ഈ നാടിൻ്റെ ഞരമ്പിൽ അല്ല വരമ്പിൽ നാടൻ പാട്ടിൻ്റെ ഊറ്റുറവയുണ്ട്. വാമൊഴി വഴക്കമായി വ്യാകരണ ബന്ധമില്ലാതെ ലഭിച്ച നാട്ടറിവ് പാട്ടുകളിൽ ഒരു ദേശത്തിൻ്റെ അപാരമായ സർഗസവിശേഷതയുണ്ട്. ചോര ഞരമ്പുകളിലൂടെ ഓടി ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ ആ ചോരയ്ക്കൊരു വെമ്പലുണ്ട്. ആ ഒരു വെമ്പലിലാണ് നമ്മളിപ്പോൾ. കാര്യം നമ്മളിപ്പോൾ എത്താൻ പോകുന്നത് കുട്ടനാടിൻ്റെ ഹൃദയം, ഒത്ത ഹൃദയമായ കാവാലത്തേക്കാണ്. കുറേ നല്ല മനുഷ്യന്മാരെ തേടിയുള്ള, കുറേ നല്ല രുചി തേടിയുള്ള നമ്മുടെ ഒരു യാത്രയാണ്. മനോഹരമായ ഈ യാത്ര ചെന്നെത്താൻ പോകുന്നൊരു സ്ഥലം. നിങ്ങൾ ഞങ്ങളോടൊപ്പം വരിക. വാ വാ വാ, കാണിച്ചു തരാം. ഈ രംഭ ചേച്ചിയുടെ വീട്ടിലേക്കുള്ള വഴിയത് ഈ കാണുന്നത്. ഈ കാണും. ഓ, അധ്വാനത്തിന്റെ മഹിമ പാടാൻ ഇനി നമുക്ക് ആരൊക്കെയാണുള്ളത്? തലമുറയുടെ ഹൃദയതാളം സ്വന്തമാക്കിയ കാവാലം കുന്നുമ്മ 40 ചിറയിലെ കാവാലം രംഭ എന്ന പാട്ടുകാരി നാട്ടറിവ് വിശേഷങ്ങളുടെ ഒരു കലവറയാണ്. പാട്ടിന്റെ പെയ്ത്തും കൊയ്ത്തും കടം വാങ്ങിയ കുട്ടനാട്ടുകാരി 80 വയസ്സിലേക്കുള്ള നടത്തത്തിലും പാട്ടിന്റെ ഓലക്കുട പിടിച്ച് നാട് കേൾക്കെ പറയാറുണ്ട്, എന്റെ നാട് പാട്ടരങ്ങിന്റെ കൂട്ടുകാരിയാണേ. ഈ അമ്മയുടെ ഹൃദയതാളം നാം മനസ്സിലാക്കി. ഈ അമ്മയുടെ രുചിതാളമാണ് ഇനി നമുക്കറിയേണ്ടത്. അതിനായി നമുക്ക് അങ്ങോട്ട് പോവാം. ബാ, ഇനിയിപ്പോഴേ കേട്ടാ അമ്മച്ചി, എനിക്കിനി കാണേണ്ടത് അമ്മച്ചിയുടെ അടുക്കളയാണ്. ഈ അടുക്കള കാണുന്നതൊക്കെ പറയുന്നത് വലിയ ചടങ്ങാണ്. അപ്പൊ ഇതാണ് അടുക്കള അല്ലേ? അപ്പോഴേ നമുക്കെന്ന് അമ്മച്ചിന്ന് എന്താണ് എനിക്ക് ഉണ്ടാക്കി തരാൻ പോണത്? ഇനി ഞാൻ അമ്മയെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നാണ്. ചോറൊന്നും പറ്റില്ല. ആ ചോറ് വേണമെങ്കിൽ വെക്കത്തി തരാം. പിന്നെ പറഞ്ഞ അനുഭവമുണ്ട്, അത് അറിയാവുന്ന എന്താ അനുമ്പെന്ന് പറഞ്ഞത് അതിന്റെ. അപ്പൊ നമുക്കെന്നാ ആ മീൻകറി ഉണ്ടാക്കലൊന്ന് കേറിയാലോ?
ഉണ്ടാക്കാൻ പോയാലോ? ഞാൻ ഇത്രയും എനിക്കറിയാൻ തകലൊക്കെ. പിന്നെ അവര് കൊച്ചുങ്ങളല്ലേ, അവരും ഉണ്ടാക്കട്ടെ. അവർക്കല്ലേ ആരോഗ്യം. അതെ 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 അതെ. എനിക്ക് ആരോഗ്യം ഇല്ലല്ലോ, എന്റെ ആരോഗ്യം പോയില്ലേ. ഇതാണ് ആരോഗ്യമില്ലായ്മ. ഉണ്ടോ? ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഈ പ്രായത്തിലും എണീറ്റ് നിൽക്കാനും നടക്കാനും മേലാത്തപ്പോൾ ഇപ്പോഴും ഈ ഇത്രയും വയസ്സ് 77 വയസ്സായെന്നല്ലേ പറഞ്ഞത്. ഈ 77 വയസ്സിന്റെ ചുറുകുറുക്കായിട്ട് നടക്കുന്ന ആൾക്കാണ് ആരോഗ്യമില്ലെന്ന് പറഞ്ഞത്. ബാ വന്നേ ഒന്ന് ഇച്ചിരി മീൻ വെട്ടിയായിരുന്നു. അമ്മ ഇന്ന് നമുക്കായിട്ട് നല്ല ഒന്നാം തരം പൊടിമീനൊക്കെയാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്. ആണല്ലേ? അത് കണ്ടപ്പോ തന്നെ അതെ. ഇനി അതൊന്നും അമ്മയുടെ കൈപ്പുണ്യം കൂടെ ആകുമ്പോൾ ഭയങ്കര സുന്ദരമാകും. ഇത് എന്തൊക്കെ മീനാണ് അമ്മച്ചി? കുറെ വേറെ ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ടല്ലോ. ഇതിന്റെ പേര് പറയാം പള്ളത്തി. പള്ളത്തി ഇത് നമ്മുടെ കായലിൽ തന്നെയുള്ള മീനാണ് അല്ലേ? ഓക്കെ. നീർമീൻ അതിൻ്റെതായ ഒരു പ്രത്യേക രുചി കൂടും എന്നുള്ളതാണ്. അപ്പൊ നമുക്കെന്നാ അത് വെട്ടി തുടങ്ങിയാലോ? കാര്യം മീൻ നന്നായിട്ട് കറി വയ്ക്കാൻ എനിക്കറിയാം, പക്ഷെ അത് വെട്ടാൻ മാത്രം എനിക്കറിയില്ല. വെട്ടുക എന്ന് പറയുന്നത്, മീൻ വെട്ടുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കല തന്നെയാണ്. ഈ നീറുമീൻ സാധാരണ ഈ ഉളുമ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുകയല്ലേ? പിന്നെ നമ്മുടെ നാട്ടുമീനെക്കാട്ട് കടമീനെക്കാട്ട് ഉളുമ്പാണല്ലേ? പിന്നെ ഈ മീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകൾ വല്ലതും ഉണ്ടോ? ഒന്ന് രണ്ടു വരി ഒന്ന് പാടിയാ. ആലിയാലിമണപ്പുറത്തൊരുങ്ങാറ്റിറുമ്പേ പോകുമ്പോൾ ചെമ്മീനെ കണ്ട് കരിമീനെ കണ്ടിട്ട് അമട കെട്ടി ഇമട കെട്ടി ആ കുടി തകി ഈ കുടി തകി അക്കയും മീൻ പിടിച്ച് കൈയും മീൻ പിടിച്ചാണത്തം വന്നെ മാല വെച്ചു. നിനക്കു വല്ലതും കേക്കണോടാ ചക്കരമല്ല ശ്രീരാമ. താതിനും ദൈതാതിനും ദൈതാതിനും താതിനും ദൈതാതിനും ദൈതാതിനും ദൈതാരം. കൊള്ളാം, ഗംഭീരായി. അപ്പൊ ഓക്കെ, നമുക്ക് ഈ മീൻകറി കൂട്ടി എപ്പോഴാണ് നമുക്ക് ചോറുണ്ണാൻ പറ്റുന്നത്? മീൻകറി കൂട്ടി ഉച്ചയ്ക്കുണ്ടാ. ചോറല്ല, കപ്പ അല്ലേ? കപ്പ നമുക്ക് ഇഷ്ടമുള്ളത് എപ്പോഴാ അന്നേരം കഴിക്കാം. അപ്പൊ ഞങ്ങള് മീനൊക്കെ വെട്ടി എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ആ മീനിന്റെ പാട്ടുണ്ടല്ലോ, ഇപ്പൊ പാടിയ പാട്ടില്ലേ, ആ പാട്ട് ഒന്ന് കേട്ടാ കൊള്ളാം. ഇത് കൊള്ളാല് ഇത് മുഴുവൻ അമ്മയുടെ ശിഷ്യന്മാരാണല്ലേ? ആണല്ലേ? അപ്പൊ എനിക്ക് ആ പാട്ട് ഒന്നുകൂടെ കേട്ടാ നമുക്കപ്പ ഇവരുടെ കൂടെ കൂടിച്ചേർന്നിട്ട് ആ മീൻ പാട്ടൊന്ന് പാടിയല്ലോ അല്ലേ? അപ്പൊ ഇവിടെ ഇങ്ങോട്ട് അവിടെ ഇരുന്നോണ്ട് പാട് ഇരുന്നോണ്ട്. അപ്പൊ എനിക്കൊരു ചെറിയൊരു ഇട എവിടെയെങ്കിലും. ഓക്കെ ഓക്കെ, ചെറിയ ഇടയായതുകൊണ്ടേ ഓക്കെ. ആ നല്ല ഒന്നാം തരം മുറുക്കാനും ഒക്കെ ഉണ്ട്. അമ്മച്ചി മുറുക്കോ? അയ്യോ എന്റെ പോലെ മുറുക്കോ? ആണല്ലേ? അപ്പൊ ഒരു കാര്യം, ഞാൻ മുറുക്കാൻ റെഡിയാക്കി തരാം. രുചിയേറിയ മീൻ അവിടെ ചട്ടിയിലിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ അകത്തോട്ട് ചെന്നിട്ട് വേണം അതൊന്ന് റെഡിയാക്കി. ഞങ്ങൾ രണ്ടും ഇല്ല, അമ്മ അകത്ത് ചെന്നിട്ട് വേണം എനിക്ക് ഉണ്ടാക്കി തരാൻ. അതിന് മുന്നോടിയായിട്ട് ആ അമ്മയുടെ മീൻപാട്ട് അമ്മയുടെ ശിഷ്യഗണങ്ങളോടും ബന്ധുക്കളോടും ഒപ്പം നമുക്കൊന്ന് കേൾക്കാം. കണ്ടു കരിമീനെ കണ്ടിട്ട് അമട കെട്ടി ഇമട കെട്ടി ആ കുടി തകി ഈ കുടി തകി ആ കൈ മീൻ പിടിച്ച് കൈ മീൻ അണത്തം വന്നെ മല വെച്ച് മട്ടപ്പുറമ്പയാലെ മുട്ടുവട്ടുള്ളിരുപ്പാവും അമാനും കൂട്ടിയാൽ വിളിക്കാതിട്ടൊന്നും നിർത്തിക്കാമയ തകരല്ലോ ചെയ്താലോ മട്ടപ്പുറമ്പയാലെ കണ്ണിയാലെ മുട്ടുവട്ടുള്ളിരുപ്പാവും അമാനും കൂട്ടിയാൽ വിളിക്കാതിട്ടൊന്നും നിർത്തിക്കാമയ തകരല്ലോ ചെയ്താലോ അപ്പൊ അമ്മച്ചി, നമ്മളിപ്പോ ഇന്ന് എന്തോ ഉണ്ടാക്കാൻ പോണേ?
നമ്മള് മീൻ പറ്റിക്കാൻ പോകും. മീൻ പറ്റിക്കാൻ. അപ്പൊ അമ്മച്ചിയുടെ കയ്യിൽ ഇപ്പൊ എന്തുവാ ഇരിക്കുന്നത്? എന്റെ കയ്യിലിരിക്കുന്ന അതിന് ചേരേണ്ട ചേരുവകൾ. ഇതെന്തൊക്കെയാണ് ചേരുവകൾ? ഇഞ്ചിയുണ്ട്, ഇഞ്ചി, കരിവേപ്പില, തേങ്ങ, ഉള്ളി, പച്ചമുളക്, പിന്നെ പുളി ഉണ്ടല്ലേ? ഉപ്പും പുളിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാ? അപ്പൊ ഇതിന് പ്രധാന മീനല്ലേ? മീനവിടെ അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഈ മീൻ എന്താ ചെയ്യാൻ പോണേ? ഇതെല്ലാം കഴുകി വാരി വെച്ചിരിക്കാൻ തോന്നുന്നു അല്ലേ? ഇതിനകത്തേക്കല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്നിട്ട് ഇത് നല്ല ഒന്നാന്തരൻ പൊടിമീനെല്ലാം കൂടെ വാരി നമ്മുടെ ഈ ചേരുവ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, തേങ്ങ എല്ലാം കൂടെ ഇതാക്കിയിട്ടുള്ള ഇതിനകത്തേക്ക് നമ്മൾ ഇട്ടു. ഇനി ആണോ നമ്മൾ പുളി ചേർക്കേണ്ടത് ഇപ്പോഴല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണ്? ഇത് പുളി, ഇത് കൊടംപുളിയാണ്, നല്ല ഒന്നാന്തരം കൊടംപുളി. അതായത് കേരളത്തിന് വടക്കോട്ടിലൊക്കെ ഉള്ള ആൾക്കാർ പിഴിപുളിയാണ് ഉപയോഗിക്കുന്നത് മീനിന്. അപ്പൊ പക്ഷെ നമ്മുടെ ഇവിടെ കൊടംപുളിയാണ്. നല്ല കൊടംപുളി ഉപ്പും എല്ലാം കൂടി ഇട്ട് വെള്ളത്തിട്ട് വെച്ചിരിക്കുക അല്ലേ? നോക്കട്ടെ. ഇല്ല, ഇത് പുളി മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒഴിക്കട്ടെ. അപ്പൊ അതേ നമ്മുടെ ശകലം മുളക് പൊടി വേണം. ശകലം മുളക് പൊടി. അപ്പോ മുളക് പൊടി മതിയാ? മുളക് പൊടി മതിയാ? ഇച്ചിരി വേണം. അപ്പോ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, തേങ്ങ അല്ലേ? അതെല്ലാം കൂടെ ഇട്ട് അതിനകത്തേക്ക് മീനും വാരിയിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് ഇളക്കി വെച്ചിരിക്കുക. ഇനിയിപ്പോ നമ്മൾ പുളിയാണ് എന്താ ചേർക്കേണ്ടത്? പുളി. അപ്പൊ പുളി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കുടംപുളിയാണ്. ഇത്രയും വേണമല്ലോ ഇതിനകത്തിന്? കൂടുതലാണോ? എന്നാലും പറഞ്ഞു എന്തോരം വേണം? ഇട്ടാക്കട്ടെങ്കിൽ. അപ്പൊ അത് ഇത്രയും പുളി കഷ്ണം അമ്മ 2 എടുത്ത് 2 കഷ്ണം പുളി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. അല്ല, നമ്മളപ്പോ ഇനി ഉപ്പ് ഇല്ല, ഉപ്പ് ചേർക്കാൻ അമ്മ മറന്നു പോയിട്ടുണ്ട്. ഇന്ന് പരമ്പരാഗതമായിട്ടുള്ള മീൻ പീര ഉണ്ടാക്കൽ ആണിപ്പോ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പ് ഉൾപ്പെടെ ചേർത്ത് ഇളക്കി ഇപ്പൊ തന്നെ കഴിക്കാനുള്ളൊരു ഒരു മണമൊക്കെ വന്ന് തുടങ്ങി. ഇനി എന്താ ചേർക്കേണ്ടത്? വെള്ളം ഒഴിക്കണം. അപ്പം വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ ഒഴിക്കുമ്പോ പറഞ്ഞേക്കണം. ഒഴിച്ചോട്ടെ? മതിയോ? അപ്പൊ ഇനി ഇത് എല്ലാം കൂടെ ചേർത്ത് അടുപ്പേ വെച്ചു അല്ലേ? അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മളിപ്പോ ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ നിങ്ങൾ കണ്ടു. ഒരു കാലഘട്ടത്തെ ഒരു ജീവിത സബര്യ കൊണ്ട്, നന്മയുള്ള ഒരു ജീവിത സബര്യ കൊണ്ട് അമ്മച്ചി കണ്ടുപിടിച്ച, അമ്മച്ചി പരിശീലിച്ച ഒരു കറിയാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോണത്. കാര്യം 77 വയസ്സായി എന്ന് അമ്മച്ചി പറയുന്നു. ആ 77 വയസ്സിലും അമ്മ നല്ല ആരോഗ്യവതിയായിട്ട് ജീവിക്കുന്നു. അതിന്റെ കാരണം ആ ആഹാരത്തിന്റെ നന്മ തന്നെയാണ്. നമ്മുടെ മീൻപീര അതിന്റെ ഒരു തള കൊണ്ട് കഴിഞ്ഞു. ഇനിയിപ്പൊ നമുക്കേ ഇത് ഇളക്കിയൊന്നും വേണ്ട. ഇളക്കണ്ടേ? മീൻ അളിഞ്ഞു പോകും. എന്റെ